Classification of colloids. Colloids are classified into three. The classification is based on the following factors. First, based on physical state. Based on the physical state of dispersed phase and dispersion medium. കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെയും അതേപോലെ അതിൻ്റെ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. ഇതിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പെർഷൻ മീഡിയം ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും തമ്മിൽ എത്രമാത്രം ഇൻട്രാക്ഷൻ ഉണ്ട്, എത്രമാത്രം അഫിനിറ്റി ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. തേർഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. പാർട്ടിക്കിളിൻ്റെ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ നേച്ചർ, സ്വഭാവം വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെയാണ് 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്. Physical state of dispersed phase and dispersion medium. ഡിസ്പേർഷൻ മീഡിയത്തിനും ഡിസ്പേഴ്സ്ഡ് ഫേസിനും ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും എക്സിസ്റ്റ് ചെയ്യാം. സോളിഡിലോ ലിക്വിഡിലോ ഗ്യാസിലോ വേണമെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാം, രണ്ടിനും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസാണ് നമ്മളിവിടെ പറയുന്നത്. ഫേസ് സോളിഡ് സ്റ്റേറ്റ് ആണ്, നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. സോളിഡ് സോളിഡ് സോളിഡ്. ഇനി ഡിസ്പെർഷൻ മീഡിയം, ഏത് മീഡിയത്തിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എങ്കിൽ സോളിഡ് സോളിഡിൽ ഡിസോൾവ് ചെയ്യാം, സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യാം, സോളിഡ് ഗ്യാസിൽ ഡിസോൾവ് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് കൊളോയിഡ്സ് ഫോം ചെയ്യാം. ഈ കൊളോയിഡ്സ് സോളിഡിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന കൊളോയിഡിനെ പറയുന്ന പേരാണ് സോളിഡ് സോൾ എന്ന് പറയും. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തുണ്ടാകുന്ന കൊളോയിഡിനെ പറയുന്ന പേരാണ് സോൾ. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്താലാണ് എന്തുണ്ടാവുക, സോള് ഫോം ചെയ്യുക. ഇനി സോളിഡ് ഗ്യാസിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈറോസോൾ. ഈറോസോൾ എല്ലാം സോളാണ്. സോളിഡ് സോള്, സോള്, ഈറോസോള്. ഡിസ്പേഴ്സ്ഡ് ഫേസ് എല്ലാത്തിൻ്റെയും സോളിഡ്, പാർട്ടിക്കിൾസ് ഫുള്ള് സോളിഡാണ്. ഇനി മീഡിയങ്ങൾ സോളിഡിൽ ഡിസ്പേഴ്സ് ചെയ്യാം, അതിനെ സോളിഡ് സോൾ എന്ന് പറയും. സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന് സോൾ എന്ന് പറയുക. സോളിഡ് ഗ്യാസിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഈറോസോൾ എന്ന് പറയും. ഇതിന് എക്സാമ്പിൾസ് പഠിക്കണം. സോളിഡ് സോളിന് എക്സാമ്പിൾ കളേർഡ് ഗ്ലാസ്. പലതിനും നിങ്ങൾ കളറുള്ള ഗ്ലാസ് കണ്ടിട്ടുണ്ടാവും, കളേർഡ് ഗ്ലാസ്സുകൾ. ആ കളറിന് ബേസ് ചെയ്തില്ല, ആ കളർ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് ചെറിയ എന്തെങ്കിലും കുറച്ച് കളറ് ഉള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഏതിലേക്ക് ആഡ് ചെയ്യണത്? മോൾട്ടൺ ഗ്ലാസ്സിലേക്ക്, ഉരുകിയ ഗ്ലാസ്സിലേക്ക് കളർ ആഡ് ചെയ്യുമ്പോഴാണ് കളേർഡ് ഗ്ലാസ്. അപ്പോൾ ശരിക്കും എങ്ങനെയാണ് നമുക്ക് കളർ എവിടെയാണ്, ഗ്ലാസ് മെറ്റീരിയൽ എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൊളോയിഡാണ് കളേർഡ് ഗ്ലാസ്. ഇനി സോളിഡ് ലിക്വിഡ്, അതിനെ പറയുന്ന പേരാണ് സോള്. സോളിഡ് ലിക്വിഡിൽ. ഇതിന് എക്സാമ്പിളാണ് പെയിൻറ്റ് നമുക്ക് ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാരണം ഡിസ്പെർഷൻ മീഡിയം എന്താണ്, ലിക്വിഡാണ്. അതുകൊണ്ടാണ് നമുക്ക് ലിക്വിഡ് ഫോമിൽ പെയിൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ സോളിഡ് ഉണ്ടെന്ന് നമുക്ക് ഗ്യാരണ്ടിയാണ്. പക്ഷേ പെയിൻറ്റിലെ പാർട്ടിക്കിൾസ് എവിടെ, ലിക്വിഡ് എവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ? ഇല്ല. സെറ്റിൽ ഡൗൺ ചെയ്യോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണ് പെയിൻറ്റ് ഫോം ചെയ്യുന്നത്. അത് സോളിഡ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ഫോം ചെയ്തത്. അതിനെ പറയുന്ന പേരാണ് സോള്. ഇനി സോളിഡ് ഗ്യാസിൽ ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈറോസോൾ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് സ്മോക്ക്, പുക അറ്റ്മോസ്ഫിയറിലൂടെ പോകുന്ന നമുക്കറിയാം. അവിടെ ഒരു പാർട്ടിക്കിൾസ് എവിടെ ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ പാർട്ടിക്കിൾ നമുക്ക് വിസിബിൾ ആകുമോ? ഇല്ല. അവിടെ എന്താണ്, പുക ഒരു കൊളോയിഡാണ്.
അപ്പം നമ്മൾ 3 കൊളോയിഡ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത് സോളിഡ് സോള്, കളേർഡ് ഗ്ലാസ്, സോള്, പെയിൻറ്റ്, ഐറോസോൾ, സ്മോക്ക്.